dear children, welcome to Kids Area Online. Class 3 Mathematics ഗണിതം എക്സാം ആണല്ലേ മൺഡേ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. റെഡി ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. റെഡി ആണല്ലോ? യെസ്. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും 1 hour ലൈവ് ക്ലാസ് ഉണ്ടാകും. വൈകുന്നേരമാണ് ലൈവ് ക്ലാസ് വരുന്നത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നത്. അതിനു പുറമെ സ്പെഷ്യൽ ക്ലാസ്സസ് ഒത്തിരി ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സുകളാണത്. മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇപ്പോൾ ബാച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഇപ്പോൾ മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർ ഇത് ഓർമ്മയിൽ വെക്കുക. ആ ടൈമിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ ഡീറ്റെയിൽസിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ അന്ന് എക്സാം നടന്നതിന്റെ അന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ക്ലിയർ ആയിട്ട് ടീച്ചർ ആൻസർ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരുണ്ട് എങ്കിൽ ഇന്നാണ് ടീച്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ കഴിയും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ എങ്ങനെ ആവർത്തിച്ച് പോകുന്നതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ നോക്കുക. താഴെ ഇവിടെ എത്ര കോളം ഉണ്ട്? 1 2. ഇവിടെ എത്രയുണ്ട്? 1 2 3. ഓക്കെ, ഇവിടെ എത്രയുണ്ട്? 1 2 3 4. അപ്പോൾ അടുത്ത് എന്തായിരിക്കും വരിക? ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. അടുത്ത് എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 5 വരയ്ക്കാം. 1 2 3 4 5. ഇനി അടുത്ത് നോക്കാം. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ 1 2 3. അപ്പൊ ഇവിടെ എന്താ വരിക? 4. 1 2 3 4. അടുത്ത് നോക്കാം. ഇവിടെ 0 ഒന്നുമില്ല. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ എത്രയാ വരിക? 1 2 3. 1 2 3. ഇവിടെ 1 ആണ്. അപ്പൊ അടുത്ത് എന്താ വരിക? 2. 1 2. മനസ്സിലായോ? അടുത്ത് എന്താ വരിക? ഇവിടെ 1. 1ൽ അവസാനിപ്പിക്കണം. കണ്ടോ? ഓക്കെ, കാരണം മുകളിൽ 1 വരണം. ഇവിടെയും മുകളിൽ 1 വന്നു, ഇവിടെയും മുകളിൽ 1 വന്നു, ഇവിടെയും മുകളിൽ 1 വന്നു. അടുത്ത് എന്താ വരിക? അടുത്ത് മുകളിൽ 1 വരും. മനസ്സിലായോ? ഇവിടെ നോക്കിയേ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയേ. ഇവിടെ 1 2 3 4 5 4 3 2 1. ഇവിടെയോ 4 3 2 1. ഇവിടെയോ 3 2 1. ഇവിടെയോ 2 1. ക്ലിയർ ആയല്ലോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കാതെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാവേ. ഇവിടെ നോക്കി. ഇവിടെ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് അറിയാവോ? ഇവിടെ റൗണ്ട് ഉണ്ട്, ഇവിടെ കളർ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ കളർ ചെയ്യുന്നതിന്റെ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ ക്ലോക്ക് മൂവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? ഇതുപോലെ കറങ്ങുകയാണെന്ന് വിചാരിക്കാം. കറങ്ങുമ്പോൾ ഇതിങ്ങനെ കറങ്ങിയപ്പോൾ എന്ത് ചെയ്യും? ഇത് നേരെ താഴെ വരും, ഇത് നേരെ മുകളിൽ പോവും, അടുത്ത കോളത്തിലോട്ട് പോവും. നോക്കിയേ, ഇവിടെ ഇരുന്നത് നേരെ ഇവിടെ വന്നു, ഇവിടെ ഇരുന്നത് നേരെ ഇവിടെ വന്നു. ഓക്കെ, അടുത്തതിൽ പോകുമ്പോഴോ ഇവിടെ ഇരുന്നത് നേരെ ഇവിടെ വരും, ഇവിടെ ഇരുന്നത് നേരെ ഇവിടെ വരും. മനസ്സിലായി? റൗണ്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് റൗണ്ട് ചെയ്യാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് റൗണ്ട് ചെയ്തു, അടുത്ത് വീണ്ടും പോവുകയാണ്. ഇനി
ഇവിടെ നോക്കാം, ഇവിടെ വന്നു അല്ലേ. ഇനി ഇവിടെ ഇരുന്നത് നേരെ കറങ്ങുമ്പോൾ ഇവിടെ വരും, ഇവിടെ വരും. ഇവിടെ ഇരുന്ന് 0 എവിടെ പോവും? അടുത്തയിലോട്ട് പോവും. അടുത്ത് നോക്കാം, ഈ സ്ക്വയർ എങ്ങോട്ടാ പോവാ? മുകളിലോട്ട് പോവും. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് വരയ്ക്കാം. റൗണ്ട് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. റൗണ്ട് കറങ്ങുകയാണ്. അപ്പൊ ഇത് കറങ്ങി എവിടെ പോവും? മുകളിൽ പോവും. അപ്പൊ ഇവിടെയാണ് കറുപ്പിക്കേണ്ടത്. ഇത് കറങ്ങി എവിടെ വരും? താഴെ വരും. ഇതാണ് ശരി ഉത്തരം. മനസ്സിലായല്ലോ? ഇത് കറങ്ങുകയാണ്. ഇത് കറങ്ങി താഴെ വന്നതാണിത്. ഇത് കറങ്ങി മുകളിൽ പോയതാണിത്. ഇനി ഇവിടെ നിന്ന് ഇത് കറങ്ങി ഈ സൈഡ് വന്നതാണിത്. ഇത് കറങ്ങി ഇപ്പുറത്ത് വന്നതാണ് ഈ കാണുന്നത്. ഇനി ഇത് കറങ്ങി ഇവിടെ വരുമ്പോൾ താഴെ വരും. ഇത് കറങ്ങി മുകളിൽ പോകും. റൗണ്ട് ആയിട്ടാണ് ഇത് പോവുക. അപ്പൊ ഈ പാറ്റേൺ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാവേ. 155 256 357 ഇതെങ്ങനെ കണ്ടെത്തുന്നറിയാവോ? ഇതിൽ ആദ്യത്തെ നമ്പർ നോക്കാം. ആദ്യത്തെ നമ്പർ എത്ര? 1 2 3. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? 4. രണ്ടാമത്തെ നമ്പർ നോക്കാം. 5 5 5. അങ്ങനെയാണ് ഇവിടെയും രണ്ടാമത്തെ നമ്പർ 5. മൂന്നാമത്തെ സംഖ്യ നോക്കാം. 5 6 7. 5 6 7. അടുത്ത് 8. പാറ്റേൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഏത് മാതൃകയിലാണോ അതിങ്ങനെ ആവർത്തിച്ച് വരുന്നത്, അതേ മാതൃകയിൽ നമ്മൾ വീണ്ടും ആവർത്തിക്കണം. അതാണ് പാറ്റേൺ. ഏത് മെത്തേഡിലാണോ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്, അതേ മെത്തേഡ് ഫോളോ ചെയ്ത് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക. അടുത്ത് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? 4 കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? 5. രണ്ടാമത്തെ നമ്പർ 5 അതുപോലെ എഴുതിയിരിക്കുന്നു. 8 കഴിഞ്ഞാൽ 9. മനസ്സിലായോ? ഈ ഒരു പാറ്റേൺ മനസ്സിലായല്ലോ എല്ലാവർക്കും? അടുത്ത പാറ്റേൺ നോക്കാം. ഇതും റൗണ്ട് ചെയ്യുവാണ് കേട്ടോ, കറങ്ങുവാണ്. ഇത് എന്ത് ചെയ്യുവാണ് നോക്കിയേ. ഇത് ഇങ്ങോട്ടേക്ക് കറങ്ങി അടുത്ത് താഴോട്ട് കറങ്ങും. താഴോട്ട് കറങ്ങിയത് എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട്, ഇങ്ങോട്ടാണ്. ഇങ്ങനെയാണ് എപ്പോഴും കറങ്ങുക. ഇത് ഇങ്ങോട്ട് കറങ്ങി എവിടെ വന്നു? താഴെ വന്നതാണ് ഈ കാണുന്നത്. ഈ താഴെയുള്ളത് കറങ്ങി എവിടെ പോവും? ഈ സൈഡ് പോവും. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് കറങ്ങി എവിടെയായിരിക്കും പോകുന്നത്? മുകളിലായിരിക്കും. അപ്പോൾ മുകളിലോട്ടാണ് ആരോ വരിക. ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഇതുപോലെ വരയും വരും. ഇങ്ങനെ വര വന്നാൽ ഇങ്ങനെ വരും, ഇങ്ങനെ വര വന്നാൽ ഇങ്ങനെ വരും. ഓക്കെ, അതെവിടെയാ കാണുന്നേ? ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. മനസ്സിലായോ? ഇതും കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്നത് കറങ്ങി ഇവിടെ വന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഇരുന്ന ആരോ കറങ്ങി ഇവിടെ എത്തിയതാണ് ഈ കാണുന്നത്. ഇവിടെ ഇരുന്ന ആരോ കറങ്ങി ഇവിടെ എത്തുന്നതാണ് ഇവിടെ വരുന്നത്. ഡി ക്വസ്റ്റ്യൻ മനസ്സിലായോ? യെസ്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന പാറ്റേൺ എഴുതുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3 അക്ക സംഖ്യകൾ. ഇപ്പൊ എന്താ? 1 1 1 2 2 2 3 3 3 4 4 4. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? 100 200 300 400 ഇങ്ങനെയും ചെയ്തു പോവാം. ഇനി നമുക്ക് വേറെ എങ്ങനെ ചെയ്യാം? 100 110 120 130 ഇങ്ങനെയും പോവാം. അല്ല നമുക്ക് എങ്ങനെ ചെയ്യാം? 100 150 200 250. ഇതിലേത് മെത്തേഡ് ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമല്ലേ? 3 അക്ക സംഖ്യകൾ വരുന്ന പാറ്റേൺ ഇങ്ങനെ 3 അക്ക സംഖ്യ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാം. 3 അക്ക സംഖ്യ വരുന്ന പാറ്റേൺ ഇതുപോലെ ഇങ്ങനെ ആവർത്തിച്ച് പോകാൻ ഇതിലേത് ആയാലും ഈ ഒന്നാമത്തെ മെത്തേഡ് എഴുതാനായാലും നിങ്ങൾക്ക് അറിയാം, രണ്ടാമത്തത് അറിയാം, മൂന്നാമത്തത് അറിയാം, നാലാമത്തത് അറിയാം. ഇതിലേതെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, യെസ്. അടുത്തത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ. സേ ദ നമ്പർ എ ബസ് ഹാസ് 11 seats of 3 people and 9 seats of 2 people. ഒരു ബസ്സില് 3 ആൾക്കാരിരിക്കുന്ന 11 സീറ്റ് ഉണ്ട്. 3 ആൾക്കാർ വീതം ഇരിക്കുന്ന 11. ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്. അങ്ങനെ 11, 3 എണ്ണം വെച്ചുള്ള 11 സീറ്റ് ഉണ്ട്. 3 എണ്ണം വെച്ചുള്ള എത്ര സീറ്റ് ഉണ്ട്? 11. എത്ര സീറ്റാണ് ആകെ ഉള്ളത്? 11. ഒരു സെറ്റിൽ എത്ര പേര് ഇരിക്കും? 3 പേര്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു സെറ്റ്
ഇങ്ങനെയുള്ള രണ്ടാമത്തെ സെറ്റ്. അങ്ങനെ 11 സെറ്റ് ഉണ്ട്. 3 ചെയർ ഒരുമിച്ച് വരുന്ന 11 ഉണ്ട്. ഒന്നാമത്തെ സെറ്റിൽ എത്ര പേർക്ക് ഇരിക്കാം? 3. ഓക്കെ, അങ്ങനെ 11 ഇൻറ്റു 3. 11 ഇൻറ്റു 3 എത്രയാ? 33. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയാവോ? 6 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ലതുപോലെ പഠിക്കണേ. 11 ഇൻറ്റു 3 33. ഇനി 9 സീറ്റ്സ് ഓഫ് 2 പീപ്പിൾ. 2 പേരിരിക്കുന്ന 9 സീറ്റ് ഉണ്ട്. 2 പേർക്ക് ഇരിക്കാവുന്ന 9 സീറ്റ്. 1 2 3 4 അങ്ങനെ 5 6 7 8 9. അപ്പോൾ 9 സീറ്റ് ഉണ്ട്. അതിൽ ഓരോ സീറ്റിൽ എത്ര പേർക്ക് വിധിയിരിക്കാം? 2 പേർക്ക്. 9 ഇൻറ്റു 2 18. ബസ്സിലാകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? ബസ്സിലാകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം? 33ഉം 18ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഉത്തരം. 33ഉം 18ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാ ഉത്തരം കിട്ടുക? 33 + 18 51. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായോ? അപ്പൊ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഗുണിക്കുക, ഇത് തമ്മിൽ ഗുണിക്കുക. 11 ഇൻറ്റു 3 33. 9 ഇൻറ്റു 2 9 ഇൻറ്റു 2 18. ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റ്. അപ്പൊ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റ്. 11 ഇൻറ്റു 3. 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റ്. ഇവിടെ കണ്ടോ, 2 പേർ വീതം ഇരിക്കുന്ന സീറ്റുകളാണ് ഇത്. 3 പേർ വീതം ഇരിക്കുന്ന സീറ്റുകളാണ്. അങ്ങനെ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റ് ഉണ്ട്. 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റ് ഉണ്ട്. തമ്മിൽ ഗുണിക്കുക, തമ്മിൽ കൂട്ടുക. ഓക്കെ, ഇതാണ് എ ക്വസ്റ്റ്യന്റെ ഉത്തരം. ബി ചോദ്യത്തിന്റെ ഉത്തരം, when the journey started, 2 seats of 3 people and 4 seats of 2 people were empty. യാത്ര തുടങ്ങിയപ്പോ 3 ആൾക്കാരിരിക്കുന്ന 2 സീറ്റ് ഒഴിഞ്ഞു കിടന്നു. 2 ആൾക്കാരിരിക്കുന്ന 4 സീറ്റ് ഒഴിഞ്ഞു കിടന്നു. How many more people can sit and travel in the bus? അപ്പോൾ ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം? ഇത്രയും പേർക്കാണ് യാത്ര ചെയ്യുക. ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്നത്. ഇത്രയും പേർ ആകെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുമോ നമ്മൾ പഠിച്ചു. 51 പേർക്കാണ് ഇരിക്കാൻ പറ്റുക എന്ന് നമ്മൾ പഠിച്ചു, നേരത്തെ കണ്ടെത്തി. ഓക്കെ, അപ്പൊ ഇത്രയും സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. യാത്ര തുടങ്ങിയപ്പോഴാണേ ഇത്രയും സീറ്റ് ഉണ്ട്, പക്ഷെ ഇത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുവാണ്. അപ്പൊ ഇനി അത്ര ആൾക്കാർക്കല്ലേ കയറിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എത്ര പേർക്കൂടെ ഇരുന്ന് യാത്ര ചെയ്യാം? ഇത്രയും സീറ്റ് ഉണ്ട്, അത്ര ആൾക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. അപ്പൊ അത് എത്ര സീറ്റാണ് ഒഴിഞ്ഞു കിടക്കണേന്ന് നോക്കാം. 2 seats of 3 people. 2 സീറ്റ് ഉണ്ട്, 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ് ഉണ്ട്. അപ്പൊ എത്രയാ? 6. 4 സീറ്റ് ഉണ്ട്, 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റ്. 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റ്. അപ്പൊ എത്ര? 8. അപ്പൊ ഇനി എത്ര ആൾക്കാർക്ക് എക്സ്ട്രാ ഇരിക്കാം? ഇനി എത്ര പേർ കൂടെ അപ്പൊ ഇരിക്കാം? 14 സീറ്റ്സ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. 14 ആൾക്കാർക്ക് കൂടെ ഇനി അതിൽ ഇരുന്ന് യാത്ര ചെയ്യാം. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം എന്നാണ്. 14 സീറ്റാണ് ഇനി ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ 14 പേർക്ക് കൂടി മാത്രമേ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റൂ. ബാക്കി ഇനി അത് കഴിഞ്ഞ് കയറിയാൽ നിന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നിന്ന് യാത്ര ചെയ്യണം. മനസ്സിലായോ? 51 സീറ്റ് ഉണ്ടെങ്കിൽ 51 സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 14 സീറ്റാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ 14 പേർക്ക് ആ സീറ്റിൽ ഇരിക്കാൻ പറ്റൂ. ഓക്കെ, ഇനി കയറുന്നവരെല്ലാവരും നിന്ന് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ ആണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3 + 3 + 3 + 3 + 3 + ടിക്ക് ദ കറക്റ്റ് വൺ. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ പ്ലസ് ഇട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയാവോ? എത്ര 3 ഉണ്ടെന്ന് എണ്ണി നോക്കുക. 1 2 3 4 5 6. 6 മൂന്നുകളുണ്ട്. 6 എന്താ ഉള്ളത്? 3. അതിനെന്താ ചെയ്യണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ, ഗുണനത്തിന്റെ ചിഹ്നം. 6 × 3 എന്നാണ് ഇതിനെ പറയാ. 3 ഇവിടെ ഇപ്പൊ 3 + 3 + 3. എത്ര 3 ഉണ്ട്? 3 എണ്ണം. 3 എണ്ണം എന്താണുള്ളത്? 3. 3 × 3. 2 + 2 + 2 + 2. എത്ര 2 ഉണ്ട്? 1 2 3 4. 4 × എന്താ ഉള്ളത്? 2. എന്താണ് കൂട്ടി പോകുന്നത്? അതാണ് അടുത്ത് എഴുതാണ് 2. മനസ്സിലായോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു സിമ്പിൾ ആണ്. അപ്പൊ ഏതാ ശരി? ഇതാണ് ശരി. ഓക്കെ, ഇവിടെ മലയാളം ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. ഇതാണ് 6 × 3 ആണ് ശരി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
ഷൂട്ടിംഗ് മത്സരമാണേ. ഷൂട്ടിംഗ് മത്സരം. പ്രവർത്തനം 3 ഷൂട്ടിംഗ് മത്സരം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം ടീച്ചർ കാണിച്ചു തരാം. ഒരാൾക്ക് 10 പ്രാവശ്യം ഷൂട്ട് ചെയ്യാം. 10 റൗണ്ട്. ഒരാൾക്ക് എത്ര റൗണ്ട് ഷൂട്ട് ചെയ്യാം? 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏത് സംഖ്യ എഴുതിയ കോളത്തിലാണോ കൊള്ളുന്നത് ആ സംഖ്യ, അതാണ് സ്കോർ. 10ൽ കൊണ്ടു കഴിഞ്ഞാൽ 10 പോയിന്റ് കിട്ടും. 100ൽ കൊണ്ടു കഴിഞ്ഞാൽ 100 പോയിന്റ് കിട്ടും. 1ൽ കൊണ്ടു കഴിഞ്ഞാൽ 1 പോയിന്റ് കിട്ടും. ഷൂട്ടിംഗ് മത്സരത്തിന്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള സ്കോർ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് നോക്കാം. 10 റൗണ്ട് കളിക്കാം, 5 റൗണ്ട് ആയതേ ഉള്ളൂ. അപ്പൊ 5 റൗണ്ട് ആയപ്പോൾ ഇവരുടെ ടേബിൾ നമുക്ക് നോക്കാം. ഓക്കെ, അരുണിന് 302 പോയിന്റ് ആണ് കിട്ടിയത്. 302 പോയിന്റ്. വിജയ്ക്ക് 311 സ്കോറാണ് കിട്ടിയത്. സബീനയ്ക്ക് 320 സ്കോറാണ് കിട്ടിയത്. അപ്പോൾ ഇതിന് നമുക്കറിയാം. നോക്കിയേ, 100 എത്ര കിട്ടി, 10 എത്ര കിട്ടി, 1 എത്ര കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 300 ആയതുകൊണ്ട് 100 3 ടൈംസ്. ഇവിടെ 0 ആണ്, 10 0 ആണ്. അവിടെ എന്ത് എഴുതി? നിൽ എഴുതി. 2 1s ആണ്. അപ്പോൾ 1 എത്ര കിട്ടി? 2 ടൈംസ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ എഴുതാം. 100ന്റെ സ്ഥലത്ത് എന്താ വരിക? 3 ടൈംസ്, 3 പ്രാവശ്യം, 3 തവണ. 10 എത്ര പ്രാവശ്യം കിട്ടി? 1 ടൈം. വീണ്ടും 1s എത്ര കിട്ടി? 1 ടൈം. ഓക്കെ, സബീനയ്ക്ക് 100 എത്ര പ്രാവശ്യം കിട്ടി? 3 ടൈംസ്. 10 എത്ര ടൈംസ് കിട്ടി? 2 ടൈംസ്. 1 എത്ര ടൈംസ് കിട്ടി? 0 ടൈം. ഇത് നിങ്ങൾക്കറിയാലോ, ഒരു സംഖ്യ, ഇപ്പൊ ഇതൊരു സംഖ്യയാണെങ്കിൽ ഇത് വൺസിന്റെ പൊസിഷനിലാണ്, ഇത് ടെൻസിന്റെ പൊസിഷനിലാണ്, ഇത് ഹൺഡ്രഡ്സിന്റെ പൊസിഷനിലാണ്. അപ്പോൾ വൺസിന്റെ സ്ഥലത്ത് ഇവിടെയുള്ള സംഖ്യ എഴുതുക, 4ന്റെ സ്ഥലത്ത് ടെൻസിന്റെ പൊസിഷൻ എഴുതുക, 3യുടെ സ്ഥലത്ത് 100 പൊസിഷൻ ആയിരിക്കും. അപ്പൊ അതേ രീതിയിലാണ് ഇവിടെ നമ്മളിപ്പോൾ എഴുതിയത്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് 100, ഇത് 10, ഇത് വൺസ്. 100 10s 1s. 100 10s 1s. Who got the least score? ഏറ്റവും കുറഞ്ഞ സ്കോർ കിട്ടിയ ആർക്കെന്നാണ് ചോദിക്കുന്നത്. Who got the least score? ഏറ്റവും കുറഞ്ഞ സ്കോറാണ് ചോദിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സ്കോർ. ഏറ്റവും കുറഞ്ഞ സ്കോർ ആർക്കാണ്? അരുണിനാണ്. ഏറ്റവും കുറഞ്ഞ സ്കോർ ആർക്കാണ്? അരുണിനാണ്. സംശയമില്ലല്ലോ. അടുത്ത് ചോദിക്കുന്നത്, when 10 rounds were finished, one got 820 points and won. Who won the competition? ഒരാൾക്ക് 10 റൗണ്ട് കഴിഞ്ഞപ്പോൾ 820 കിട്ടി. ആർക്കാണ് കിട്ടാൻ സാധ്യത? ഓക്കെ, അപ്പൊ 820 കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ നോക്കിയേ, ഇവിടെ 302 ഉണ്ട്. അപ്പോൾ 820 കിട്ടണമെങ്കിൽ എത്ര പോയിന്റ് കൂടുതൽ കിട്ടണം? നിറയെ പോയിന്റ് കൂടുതൽ കിട്ടണം. അത്രയും പോയിന്റ് ഇതൊക്കെ എടുത്താൽ കിട്ടുമോ എന്ന് നോക്കുക. ഇനി ഒരു 5 റൗണ്ട് കഴിഞ്ഞപ്പോഴാണുള്ളത്. 5 റൗണ്ട് കൊണ്ട് ബാക്കിയുള്ള പോയിന്റ് എടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ എളുപ്പമാണ്, വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ സബീനയ്ക്ക് 320 കിട്ടി. ഇനി എത്ര റൗണ്ടേ കളിക്കാൻ പറ്റൂ? 5 റൗണ്ട്സ് കളിച്ചപ്പോഴാണ് 320 കിട്ടിയത്. 6ാമത്തെ റൗണ്ട് കളിച്ചപ്പോൾ 100 കിട്ടിയാൽ 420. 7ാമത്തെ പ്രാവശ്യം കളിച്ചപ്പോൾ 100 കിട്ടിയാൽ എത്രയായി? 520. 8ാമത്തെ പ്രാവശ്യം കളിച്ചപ്പോൾ 100 കിട്ടിയാൽ 3 4 5 600. ഇത് 9 10. ഇത്രയും പ്രാവശ്യവും 100 കിട്ടിയാൽ എത്ര പ്രാവശ്യം? ഇപ്പൊ 10 ടൈം കളിക്കല്ലേ? 6 7 8 9 10. 5 പ്രാവശ്യം കളിച്ചപ്പോഴും 100 വെച്ച് കിട്ടിയാൽ ടോട്ടൽ 500 ആയില്ലേ? അപ്പൊ 300 + 20 + 500 എത്രയാ? 820. ഇവർക്കിപ്പോ 100 വെച്ച് കിട്ടിയാൽ പോലും 100 വെച്ച് 500 കിട്ടുകയാണെങ്കിൽ എത്ര വരും? 811. ഇവിടെയാണെങ്കിലോ ഏറ്റവും മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ 802. ഏറ്റവും മാക്സിമം ഇട്ടാൽ തന്നെ 802 വരെ പോകുന്നുള്ളൂ. ഇവിടെയോ 811 വരെ പോകുന്നുള്ളൂ. മാക്സിമം 500 ഇട്ട് കഴിഞ്ഞാൽ. ഇവിടെ മാക്സിമം 500 ഇട്ട് കഴിഞ്ഞാൽ എത്രയായി? 820. അപ്പൊ കിട്ടാൻ സാധ്യത ആർക്കാണ്? സബീനയ്ക്കാണ്.
എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇനി 5 റൗണ്ട് കളിക്കാനേ ഉള്ളൂ. 5 റൗണ്ട് കളിച്ചപ്പോൾ കിട്ടിയ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇനി ഇവർക്ക് കിട്ടാവുന്ന മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 500 ആണ്. 5 പ്രാവശ്യം 100 എടുക്കുക. 5 പ്രാവശ്യം 100 എടുത്തു കഴിഞ്ഞാൽ 500 ആണ് മാക്സിമം പോയിന്റ് ഇനി അവർക്ക് കിട്ടാനുള്ളത്. അപ്പൊ ഇവിടെ 500 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയേ കിട്ടുള്ളൂ? 802 കിട്ടുള്ളൂ. പക്ഷെ 820 പോയിന്റ് കിട്ടണം. ഇവിടെ 500 കൂട്ടിക്കഴിഞ്ഞാൽ 811 കിട്ടുള്ളൂ. 820 ആയില്ല. ഇവിടെ 500 കിട്ടിക്കഴിഞ്ഞാൽ 820 ആയി. അപ്പൊ ആർക്കാണ് കിട്ടാൻ സാധ്യത? സബീനയ്ക്കാണ്. ഓക്കെ, ഇനി 5 പ്രാവശ്യം കളിക്കാൻ പറ്റുള്ളൂ. 5 പ്രാവശ്യവും 100 കിട്ടിയാൽ 500. ഇനിയിപ്പോ 10 എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ 400 സംതിങ്ങേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇതിനേക്കാളും 820 പോലും പോകത്തില്ല, വീണ്ടും കുറയും, 700 സംതിങ് ആവും. അപ്പൊ ഈ കണക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? മാക്സിമം കിട്ടാവുന്ന സ്കോർ എടുക്കുക. എടുത്തിട്ട് അതിന്റെ അവർക്ക് കിട്ടിയതിനോട് കൂട്ടി നോക്കുക. അത്രയും ഇവർ പറയുന്ന അത്രയും പോകുന്നുണ്ടോ ഇല്ലയോ, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വേഗത്തിൽ കണ്ടെത്താനായിട്ട് കഴിയും. D question. Which of the following score would be the most likely score in the 10 round shooting match? Tick the right one. അതായത് 10 റൗണ്ട് കളിച്ചാല് 10 റൗണ്ട് അവർ കളിച്ചു കഴിഞ്ഞു ഈ മത്സരത്തില്. എന്നാൽ ഇതിൽ ഏതാണ് സ്കോർ ആകാൻ സാധ്യതയുള്ളത്? 10 റൗണ്ടും കളിച്ചു കഴിഞ്ഞ് സ്കോർ ആകാൻ സാധ്യതയുള്ളത് ഏതെന്നാണ് ചോദിക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, നമുക്ക് എളുപ്പമാണ്. 10 റൗണ്ടേ കളിക്കാൻ പറ്റൂ. ഇവിടെ നോക്കിയേ, 5 പ്രാവശ്യം 100 കിട്ടി, 5 പ്രാവശ്യം 100, 3 പ്രാവശ്യം 10 കിട്ടി, 4 പ്രാവശ്യം 1 കിട്ടി എന്ന് പറയുന്നുണ്ട്. ഇവിടെ 5 എന്ന് പറയുന്നത് 100ന്റെ സ്ഥാനത്താണ്, 3 എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനത്താണ്, 4 എന്ന് പറയുന്നത് 1ന്റെ സ്ഥാനത്താണ്. അപ്പോൾ എത്ര പ്രാവശ്യം അവർ കളിച്ചിട്ടുണ്ടാവും? 5 പ്രാവശ്യം 100 എടുത്തു, 3 പ്രാവശ്യം എത്ര എടുത്തു? 10 എടുത്തു, 4 പ്രാവശ്യം 1 എടുത്തു. 10 റൗണ്ടേ ആകെയുള്ളൂ. ഇപ്പൊ തന്നെ എത്രയായി? 10ൽ കൂടുതലായില്ലേ? 12 പ്രാവശ്യം കളിച്ചില്ലേ? അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ഇവിടെ നോക്കാം, 7 ടൈംസ് 100 എടുത്തു, 2 ടൈംസ് 10s എടുത്തു, വീണ്ടും 2 ടൈംസ് 2 എടുത്തു. അപ്പൊ എത്രയായി? 11 ആയി. അപ്പൊ ഇത് ഗെയിം ശരിയാണോ? 11 പ്രാവശ്യം കളിച്ചിരിക്കുക, തെറ്റാണ്. ഇവിടെ നോക്കാം, 6 ടൈംസ് 100 എടുത്തു, 1 ടൈം 10 എടുത്തു, 3 ടൈംസ് 1s എടുത്തു, 4 5 6 പ്ലസ് 1 7, 7 പ്ലസ് 3 10. 10 പ്രാവശ്യം കളിച്ചു. ആദ്യത്തെ പ്രാവശ്യം 600 100 അങ്ങനെ 6 പ്രാവശ്യം കിട്ടി. 10 10 10 എന്നങ്ങനെ 1 പ്രാവശ്യം കിട്ടി. 1 1 1 എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കിട്ടി. ടോട്ടൽ ചെയ്യുമ്പോൾ എന്തായി? 613 ആയി. ഓക്കെ, അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? പരസ്പരം കൂട്ടി നോക്കുക. ഇവിടെ നോക്കാം എത്ര പ്രാവശ്യം കളിച്ചു എന്ന്. ഇവിടെ 1000 പോയിരിക്കാം. ഓക്കെ, ഇപ്പൊ 10 ടൈം 100 കിട്ടിയെന്നാണെങ്കിലും 1000 കഴിഞ്ഞു പോവാ. പക്ഷെ ഇവിടെ നോക്കിയേ, 1 ടൈം 10 കിട്ടി, 0 ടൈം എന്ത് കിട്ടി? 1s കിട്ടി. ടോട്ടൽ 11 ആയില്ലേ? 10 റൗണ്ടാണോ കളിച്ചില്ല? ഇവിടെ 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരം, 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച് എന്നാണ് പറയുന്നത്. 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ചിന് മാച്ച് ആവുന്നത് ഏതാണ്? അപ്പൊ എത്ര റൗണ്ട് ഉണ്ടെന്ന് അറിയാം. എത്ര റൗണ്ട് ഉണ്ട്? 10 റൗണ്ട്. അപ്പൊ 10 റൗണ്ട് ഇതിപ്പോഴും ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് 10 റൗണ്ട് ആവുന്നത്. അപ്പോൾ ഇതിൽ തമ്മിൽ കൂട്ടുമ്പോൾ 10 കിട്ടുന്നത് ഏതാണോ അതാണ് ശരി ഉത്തരം. അപ്പൊ ഇതാണ് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടുന്നത്. അപ്പൊ ഇതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാവേ. കാർ ജേർണി ആണ്. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. തിരുവനന്തപുരത്ത് നിന്ന്, ഇതാണ് തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാർ അല്ലെങ്കിൽ ബസ് എവിടെ പോവാണ്? കാസർഗോഡേക്ക് പോവാണ്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാറ് ഓടിച്ചോടിച്ച് എവിടെ എത്തണം? അവസാന സ്ഥലമായ കാസർഗോഡിലേക്ക് എത്തണം. ഓക്കെ, അപ്പൊ അതിന് ഈ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ എത്തിയപ്പോൾ 65 കിലോമീറ്റർ ആയി, 65 കിലോമീറ്റേഴ്സ്. ഇനി അടുത്ത് വീണ്ടും ഇവിടെ ആലപ്പുഴ വരെ എത്തിയപ്പോൾ, തിരുവനന്തപുരത്ത് നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വരെ എത്തിയപ്പോൾ എത്ര കിലോമീറ്റർ ആയി? 150 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി എത്തിയപ്പോഴേക്കും 205 കിലോമീറ്റർ. എവിടെ നിന്നാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ്
അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഈ കിലോമീറ്റർ കേട്ടോ. അല്ലാതെ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് 150, ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് 205 അങ്ങനല്ല. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ എത്തിയപ്പോൾ 65 കിലോമീറ്റർ ആണ്. അത് കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ആ കാർ പോയി ആലപ്പുഴ എത്തിയപ്പോൾ, അപ്പൊ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ എത്തിയപ്പോൾ 150, തിരുവനന്തപുരം മുതൽ കൊച്ചി എത്തിയപ്പോൾ 205 കാറിൽ 205 കാണിച്ചു. വീണ്ടും കാർ മുന്നോട്ട് പോയി തൃശ്ശൂർ എത്തിയപ്പോൾ 304 കാണിച്ചു. അതായത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ളത്. കോഴിക്കോട് കാർ എത്തിയപ്പോൾ അതിൽ 397 കിലോമീറ്റർ എന്ന് കാണിച്ചു. അതായത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്രയാണ്? 585 കിലോമീറ്റർ. ഇതിൽ ആർക്ക് സംശയമില്ല? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. തിരുവനന്തപുരത്ത് നിന്ന് കാറ് പോയാൽ എവിടം വരെ എത്തുമോ അപ്പോഴാണ് ടോട്ടൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കാസർഗോഡ് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 585. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 585. ഇനി നമുക്ക് കണക്കിലോട്ട് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? അതായത് ഈ കൊല്ലം മുതൽ കാസർഗോഡ് വരെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര കിലോമീറ്റർ ഉണ്ട്? 585. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പൊ ഈ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ഇത്രയും സ്ഥലം എന്ത് ചെയ്താൽ മതി? കുറച്ചു കഴിഞ്ഞാൽ കൊല്ലം മുതൽ കാസർഗോഡ് വരെ കിട്ടും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 585. അപ്പൊ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ എത്രയുണ്ട്? 65. 65 എന്ത് ചെയ്താൽ മതി? അങ്ങ് കുറച്ചാൽ മതി. ഉത്തരം എന്താ? 520. മനസ്സിലായോ? മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരിക? തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ദൂരം 520 കിലോമീറ്റർ. 520 കിലോമീറ്റർ. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരെയുള്ള ദൂരം എത്ര? കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക്. അപ്പൊ കണ്ണൂര് നോക്കാം. കണ്ണൂർ എന്ന് പറയുന്നത് എവിടാണ്? ഇതാണ്. ഇതെന്ന് പറയുന്നത് 397. അപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്ര കിലോമീറ്റർ എന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് തമ്മിൽ കുറയ്ക്കാം. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഇത് തമ്മിലാണ്. അപ്പൊ ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കുറയ്ക്കുക. മനസ്സിലായോ? ഇവിടെ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കൊല്ലത്ത് നിന്ന് കാസർഗോഡേക്ക് വരെ എത്ര ദൂരമുണ്ട്? അപ്പോൾ ടോട്ടൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഇത്രയുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര അങ്ങ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരെ എത്ര ദൂരം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 471 നിന്ന് 397 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ പറ്റും. 471 നിന്ന് 397 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 83 കിലോമീറ്റർ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 83 കിലോമീറ്റർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോവാണ്. രാകേഷ് ഡ്രൈവ്സ് ദ കാർ ടിൽ തൃശൂർ. രാകേഷ് തിരുവനന്തപുരത്ത് നിന്നും തൃശൂർ വരെ വണ്ടി ഓടിച്ചു. രാധിക ഡ്രൈവ്സ് ദ കാർ ഫ്രം തൃശൂർ ടു കാസർഗോഡ്. ആ തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് വരെ ഓടിച്ചത് രാധികയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈ കാറ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോവാണ്. അതിൽ തിരുവനന്തപുരം മുതൽ ഈ തൃശ്ശൂർ വരെ ഓടിച്ചത്, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഓടിച്ചത് ആരാണ്? രാകേഷാണ്. ഈ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഓടിച്ചത് ആരാണ്? രാധികയാണ്. ആരാണ് കൂടുതൽ ഓടിച്ചത് എന്നാണ് ചോദ്യം. ആരാണ് കൂടുതൽ ഓടിച്ചത്? അപ്പോ നമുക്ക് നോക്കാം. രാകേഷ് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഓടിച്ചു. ഇവിടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് 0 ആണ്. കൊല്ലത്തെത്തിയപ്പോൾ 65 ആയി, ആലപ്പുഴ എത്തിയപ്പോൾ 150 ആയി, കൊച്ചി എത്തിയപ്പോൾ 205 ആയി,
തൃശ്ശൂരായപ്പോൾ 104 അപ്പോൾ 0 മുതൽ 304 വരെയാണ് ആരോടിച്ചത്? രാകേഷ്. അപ്പോൾ രാകേഷ് എത്ര ഓടിച്ചു? 304 കിലോമീറ്റർ. ഇനി ബാക്കിയാണ് ആരോടിച്ചത്? രാധിക. ഇത് മുതൽ ഇതുവരെയാണ് ആരോടിച്ചത്? രാധിക ഓടിച്ചത്. അപ്പൊ രാധിക ഓടിച്ച കിലോമീറ്റർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ എത്രയെന്ന് കൂട്ടിയപ്പോൾ ഇതെങ്ങനെയായിരുന്നു? കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് കുറച്ചു. അപ്പൊ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കാസർഗോഡിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ളത് കുറയ്ക്കുക. മനസ്സിലായോ? മനസ്സിലായോ? ടോട്ടൽ എത്ര കിട്ടും? 281 കിട്ടും. 281. രാധിക ഓടിച്ചത് എത്രയാണ്? 281. രാകേഷ് ഓടിച്ചത് എത്രയാണ്? 304. അപ്പൊ ആരാണ് കൂടുതൽ ഓടിച്ചത്? രാകേഷ്. മനസ്സിലായോ? ഇവിടെ ഉത്തരം വരുന്നത് രാകേഷ്. കൂടുതൽ ദൂരം ഓടിച്ചത് രാകേഷ് ആണ്. നമ്മുടെ രാകേഷ് ഓടിച്ചത് 304. എത്ര ദൂരം കൂടുതൽ ഓടിച്ചു എന്നാണ്. എത്ര ദൂരം കൂടുതൽ ഓടിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. രാകേഷ് 304 ഓടിച്ചു, രാധിക 281 ഓടിച്ചു. അപ്പൊ എത്രയാ അവർ കൂടുതൽ ഓടിച്ചത്? 23 കിലോമീറ്റർ രാകേഷ് കൂടുതൽ ഓടിച്ചു. എത്ര കൂടുതൽ എന്നും ചോദിക്കുന്നുണ്ട്. ഹൗ മച്ച് മോർ? 23 കിലോമീറ്റേഴ്സ് കൂടുതൽ ഓടിച്ചു. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇത് മുതൽ ഇതുവരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് കുറയ്ക്കുക. കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ, കാസർഗോഡിൽ നിന്ന് തൃശ്ശൂർ വരെ ഉള്ളത് കുറയ്ക്കുക. അതിന് 585 304 കുറയ്ക്കുക. കാസർഗോഡിൽ നിന്ന് കൊല്ലം വരെ 585 നിന്ന് 65 കുറയ്ക്കുക. നമ്മൾ ആദ്യം ചെയ്ത കണക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാം. 585 നിന്ന് 65 കുറയ്ക്കാം. ഇവിടെ 471 നിന്ന് 397 കുറച്ചു. 585 നിന്ന് 304 കുറച്ചു. അപ്പൊ ഇന്ന സ്ഥലം മുതൽ ഇന്ന വരെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഓക്കെ, ഈ കണക്ക് മനസ്സിലായോ? അടുത്തത് നോക്കാം. മെഷർ ദ ഡിസ്റ്റൻസ്. വിന്നി ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോങ് ജംപ് കോമ്പറ്റീഷൻ. വിന്നിയും വിന്നിയുടെ കൂട്ടുകാരും ലോങ് ജംപ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ. ബെന്നി എത്രയാണ്? 1 മീറ്റർ 45 സെന്റിമീറ്റർ. നിധി എത്രയാണ്? 160 സെന്റിമീറ്റേഴ്സ്. ജിതിൻ എത്രയാണ്? 1 മീറ്റർ 50 സെന്റിമീറ്റേഴ്സ്. റിമി എത്രയാണ്? 200 സെന്റിമീറ്റേഴ്സ്. വിന്നി 1 മീറ്റർ 85 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഇതിലെല്ലാം അവസാനം എന്ത് കിടപ്പുണ്ട്? സെന്റിമീറ്റേഴ്സ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതിനെയെല്ലാം സെന്റിമീറ്റേഴ്സ് ആക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 2 0 വരണം. 100 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. ഇത് പഠിച്ചു വെച്ചേക്കുക. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ. 1 മീറ്റർ എത്രയാണ്? 1 മീറ്റർ എത്രയാണ്? 100 സെന്റിമീറ്റർ. 1 എന്നത് 2 0 കൂടെ ഇടണം. 1 മീറ്റർ 100 സെന്റിമീറ്റർ. മറക്കില്ലല്ലോ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ പ്ലസ് 45 സെന്റിമീറ്റർ. അപ്പൊ ബെന്നി എത്രയാണ്? ആകെ 145 സെന്റിമീറ്റർ. നിധി 160 സെന്റിമീറ്റർ. ജിതിൻ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ പ്ലസ് 50 സെന്റിമീറ്റർ. അപ്പൊ 150 സെന്റിമീറ്റർ. ഇവിടെ റിമി 200 സെന്റിമീറ്റർ എന്നിനെ തന്നിട്ടുണ്ട്. അപ്പോൾ 200 സെന്റിമീറ്റർ 200 സെന്റിമീറ്റർ. ഇവിടെ 1 മീറ്റർ 100 പ്ലസ് 85 185 സെന്റിമീറ്റർ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ്? ലോങ് ജമ്പിൽ ഏറ്റവും കൂടുതൽ ചാടിയത് ആരാ? റിമി 1ാം സ്ഥാനത്ത്. ഇനി 2ാം സ്ഥാനത്ത് ആരാണ്? വിന്നി. ഏറ്റവും കൂടുതൽ ദൂരം ചാടിയത് റിമി 200 സെന്റിമീറ്റർ. അടുത്ത സ്ഥാനത്ത് ആരാണ്? വിന്നി 185 സെന്റിമീറ്റർ. മനസ്സിലായോ? മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാം. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ ആർക്കാണ്? റിമിക്ക്. റിമി എത്രയാണ് ചാടിയത്? 200 സെന്റിമീറ്റർ. സെക്കൻഡ് പൊസിഷൻ ആരാ? വിന്നി. വിന്നി എത്രയാ ചാടിയത്? 185 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ ടേബിൾ find out of the difference between the largest distance and the shortest distance.
ലാർജസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് മനസ്സിലായി, ഏറ്റവും കൂടുതൽ ദൂരം ചാടിയത് 200 സെന്റിമീറ്റർ. ഏറ്റവും ലാർജസ്റ്റ് സെന്റിമീറ്ററിൽ നിന്നും ഏറ്റവും കുറച്ച് ദൂരം ചാടിയത് കുറയ്ക്കുക എന്നാണ് പറയുന്നത്. ഏറ്റവും കുറച്ച് ദൂരം ആരാ ചാടിയത് ഇവിടെ? ഇവിടെ ഏറ്റവും കുറച്ച് ദൂരം ചാടിയത് നമ്മുടെ 145 ആരാണ്? ബെന്നി 145 സെന്റിമീറ്റർ ആണ് ചാടിയത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ ദൂരം ചാടിയത് റിമിയും ഏറ്റവും കുറച്ച് ദൂരം ചാടിയത് ബെന്നി 145 സെന്റിമീറ്റർ. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 200ൽ നിന്ന് 145 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 55 സെന്റിമീറ്റർ. ഉത്തരം 55 സെന്റിമീറ്റർ. ലോങ്ങസ്റ്റ് ഇത് കണക്ക് കാണിക്കണോട്ടെ. ഇവിടെ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡിസ്റ്റൻസ് 200 സെന്റിമീറ്റർ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 145 സെന്റിമീറ്റർ, ഡിഫറൻസ് അല്ലെ ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്ന ഉത്തരം ആൻസർ 55 സെന്റിമീറ്റർ. ഓക്കെ, മീറ്റർ തന്നിരുന്നാൽ സെന്റിമീറ്റർ ആക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 100 സെന്റിമീറ്റർ. ഇപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാലോ 2 മീറ്റർ 200 സെന്റിമീറ്റർ. 3 മീറ്റർ എന്ന് പറഞ്ഞാലോ 300 സെന്റിമീറ്റർ. 2 പൂജ്യം കൂടെ കൊടുക്കുക സെന്റിമീറ്റർ ആക്കാൻ. 4 മീറ്റർ എന്ന് പറഞ്ഞാൽ 400 സെന്റിമീറ്റർ. ഓക്കെ, ആൻഡ് സി ക്വസ്റ്റ്യൻ. Which of the following measurement can be the length of a pencil? അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഒരു പെൻസിന്റെ ലെങ്ത് എത്രയെന്നാണ് ചോദിക്കുന്നത്. സാധാരണ ഒരു പെൻസിലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പെൻസിലിന്റെ ലെങ്ത് 18 സെന്റിമീറ്റേഴ്സ് ആണ്. നിങ്ങളുടെ കയ്യിലൊരു പെൻസിൽ ഉണ്ടല്ലോ, നിങ്ങൾ അളന്ന് നോക്കിയാൽ മതി. ഒരു പുതിയ പെൻസിൽ വാങ്ങിയാൽ അതിന്റെ നീളം അളന്ന് നോക്കുക. 18-നും 19-നും ഇടയിലായിരിക്കും അളവ് വരിക. മെയിനായിട്ട് 18 തന്നെ ആയിരിക്കും. 18-നും 19-നും ഇടയിൽ, ചിലപ്പോൾ 18-90 ഇടയിലാവാം. പക്ഷെ 18 ആണ് ഒരു നോർമൽ പെൻസിലിന്റെ നീളം. 18 എന്താണ്? സെന്റിമീറ്റേഴ്സ്. 18 സെന്റിമീറ്റേഴ്സ്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇവിടെ എന്താണ്? 180 സെന്റിമീറ്റർ. 1 മീറ്ററും പിന്നെ അതുപോലെ തന്നെ 80 സെന്റിമീറ്ററും ചേർന്നാണ് 180. ഇവിടെ 18 മീറ്റർ, ഒത്തിരി ഉണ്ട്. ഇവിടെ 180 മീറ്റേഴ്സ്. ഉത്തരം എന്താണ്? 18 സെന്റിമീറ്റേഴ്സ്. ഒരു പെൻസിലിന്റെ നീളം, കോമൺ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള നീളം എത്രയാണ്? ഒരു പുതിയ പെൻസിലിന്റെ നീളം 18 സെന്റിമീറ്റേഴ്സ്. ഓക്കെ ആണോ? യെസ്. 6ാമത്തെ ചോദ്യം നോക്കാവോ? The table below shows the number of students participated in various competitions on each day of the 2-day sub-district science festival. സയൻസ് ഫെസ്റ്റിവൽ നടക്കുവാണ്, ഉപജില്ലാ കലോത്സവം നടക്കുവാണ്. സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ, ഉപജില്ല ശാസ്ത്രോത്സവം നടക്കുകയാണ്. അവിടെ 2 ദിവസമായിട്ടാണ് പ്രോഗ്രാം നടത്തിയത്. അപ്പോൾ ഓരോ ദിവസത്തതും നൽകിയിട്ടുണ്ട്. നോക്കിയേ, സയൻസ് ഫസ്റ്റ് ഡേ ആണേ. സയൻസ് ഫെയറിന് 212 പേർ പങ്കെടുത്തു. സ്പോർട്ട് വർക്ക് എക്സ്പീരിയൻസിന് 145 പേർ, സോഷ്യൽ സയൻസിന് 143 പേർ. സെക്കൻഡ് ഡേ, 2ാമത്തെ ദിവസം മാത്തമെറ്റിക്സ് ഫെയറിന് 118 സ്റ്റുഡൻസ്, വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷന് 122 സ്റ്റുഡൻസ്, IT ഫെയറിന് 147 ചിൽഡ്രൻ. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days? വർക്ക് എക്സ്പീരിയൻസിന് 2 ദിവസം കൂടെ പങ്കെടുത്തത് എത്ര? ഇവിടെ സ്പോർട്ട് വർക്ക് എക്സ്പീരിയൻസും ഇവിടെ വർക്ക് എക്സ്പീരിയൻസ്, രണ്ടും വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ 2 ദിവസം കൂടെ ടോട്ടൽ പങ്കെടുത്തത് എത്രയാണ്? ഇവിടത്തെ 145ഉം ഇവിടെ 2 ദിവസവും കൂടിയാണ്. 2ാമത്തെ ദിവസത്തെ 122ഉം തമ്മിൽ കൂട്ടുക. എത്ര ആൻസർ വരിക? 267. ആൻസർ എത്രയാണ്? 267. ഓക്കെ, ആൻസർ ഈസ്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 145ഉം 122ഉം കൂടെ കൂട്ടുമ്പോൾ 267. 2ാമത്തെ ചോദ്യം നോക്കാം. What is the total number of students participated in sub-district science festival? സയൻസ് ഫെസ്റ്റിവലിന് 2 ദിവസവും കൂടെ ആകെ എത്ര കുട്ടികൾ പങ്കെടുത്തു? 2 ദിവസവും കൂടെ ആകെ എത്ര കുട്ടികൾ പങ്കെടുത്തു? ഇതറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 1ാമത്തെ ദിവസം പങ്കെടുത്തത് എത്ര പേരാണെന്ന് നോക്കാം. 1ാമത്തെ ദിവസം പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നമ്മൾ കൂട്ടി നോക്കാം.
ഒന്നാമത്തെ ദിവസം കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ട്? 0, 0, 5. 500. ഒന്നാമത്തെ ദിവസം 500 കുട്ടികൾ പങ്കെടുത്തു. രണ്ടാമത്തെ ദിവസം എത്ര കുട്ടികൾ പങ്കെടുത്തു എന്ന് നോക്കാം. 7, 8, 3. 387. ഒന്നാമത്തെ ദിവസം 500 സ്റ്റുഡൻസ്. മൂന്നും കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി. ഒന്നാമത്തെ ദിവസം 500 കുട്ടികൾ പങ്കെടുത്തു. രണ്ടാമത്തെ ദിവസം 387 കുട്ടികൾ പങ്കെടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികൾ പങ്കെടുത്തു? 887. ടോട്ടൽ എത്ര കുട്ടികൾ പങ്കെടുത്തു? 887. രണ്ടാമത്തെ ദിവസം പങ്കെടുത്ത കുട്ടികൾ, 2 ദിവസം കൂടെ പങ്കെടുത്ത കുട്ടികൾ 887 സ്റ്റുഡൻസ് ആണ് ആകെ പങ്കെടുത്തത്. മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ? രണ്ടാമത്തെ ദിവസം എത്ര പേരാ പങ്കെടുത്തത്? 387. ഒന്നാമത്തെ ദിവസം 500. അപ്പൊ രണ്ടാമത്തെ ദിവസത്തെക്കാൾ എത്ര കൂടുതൽ പേരാണ് ആദ്യത്തെ ദിവസം പങ്കെടുത്തത്? രണ്ടാമത്തെ ദിവസം പിള്ളേർ കുറവാണ്, 387 ഉള്ളൂ. ഒന്നാമത്തെ ദിവസം 500 കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ദിവസത്തെക്കാളും എത്ര കുട്ടികളാണ് ഒന്നാമത്തെ ദിവസം കൂടുതൽ ഉണ്ടായിരുന്നതെന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ദിവസം 500 ആണ്, രണ്ടാമത്തെ ദിവസം 387 കുട്ടികളെ വന്നുള്ളൂ. അപ്പൊ എത്ര കുട്ടികളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്, എത്ര കുട്ടികളാണ് കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൽ നിന്ന് അത് കുറച്ചാൽ മതി. ആൻസർ എത്രയാ വരിക? 113. 113 സ്റ്റുഡൻസ് കൂടുതൽ ഒന്നാമത്തെ ദിവസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം 500 കുട്ടികൾ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ദിവസം 113 കുട്ടികൾ. 113 കുട്ടികൾ വന്നില്ല, 387 കുട്ടികളായി. ഓക്കെ, അപ്പൊ കൂടുതൽ രണ്ടാമത്തെ ദിവസത്തെക്കാളും 113 കുട്ടികൾ ആദ്യ ദിവസം കൂടുതലായിരുന്നു. ആദ്യത്തെ ദിവസത്തെക്കാൾ 113 കുട്ടികൾ രണ്ടാമത്തെ ദിവസം കുറവായിരുന്നു. മനസ്സിലായോ? എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായോ? അപ്പൊ ഇതേ മാതൃകയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും വരിക. അപ്പൊ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ മതി. ഡിസ്റ്റൻസിന്റെ ആയാലും മീറ്ററിൻ്റെതായാലും, അതുപോലെ ഇവിടെ ഫെസ്റ്റിവൽ എത്ര പേര് 2 ദിവസം കൂടെ എങ്ങനെ ചോദിച്ചാലും, പിന്നെ അതുപോലെ പാറ്റേണിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതത്തില്ലേ? യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമിന് നല്ലതുപോലെ എഴുതിയിട്ട് വരിക. Okay children, bye bye. Thank you.